ദിലീപ് അഭിനയം നിർത്തി വേറെ വല്ല പണിക്ക് പോകാൻ നല്ലത്. അല്ലെങ്കിൽ ദിലീപായിട്ട് പടം ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾ കൊടുക്കണ പൈസയും കൊണ്ടുവന്നിട്ട് മൂപ്പർക്ക് പുട്ടുകട തുടങ്ങാം. സിനിമ തിയേറ്ററുണ്ട്. പടം പൊട്ടിയാലും എന്താ, ആന ചത്താലും പന്തിരായാലും ജീവിച്ചാലും പന്തിരായി എന്ന് പറഞ്ഞ പോലെയാണ്. ദിലീപായിട്ട് സിനിമ ചെയ്യുന്ന നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സിനിമ പൊട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ തറവാടും അതുപോലെ തന്നെ വീടും ഭാര്യമാരെ കെട്ടുതാലി ചിലപ്പോൾ പോയിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ദിലീപിന് പടം കാണാൻ ആളില്ല. ദിലീപിൻ്റെ പടത്തിന് ഒരുപാട് മാർക്കറ്റ് വാല്യൂ തകർന്ന് തരിപ്പണമായി ഈ പുതിയ സിനിമയോടുകൂടി ബാബോട് കൂടിയിട്ട്. ഇതിനെക്കുറിച്ച് മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞത് എന്തിനാ പടത്തിൽ പോയി അഭിനയിച്ചതെന്ന് ലാലേട്ടനോട് പലരും ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞെന്താ, അവൻ കയറി വരട്ടെ, അവനൊരു ഗിഫ്റ്റ്, അവൻ അടിച്ച് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ഗസ്റ്റ് റോളായിട്ട് പോയി അഭിനയിച്ചത്. ഇപ്പം എന്തുണ്ടായി, അടിച്ച് കയറി വന്ന ലാലേട്ടനെ അടിച്ച് ജനങ്ങൾ പുറത്താക്കി. പെണ്ണുങ്ങളൊക്കെ എന്ത് തെറിയ പറയണമെന്നുണ്ട് ലാലേട്ടനെ. ലാലേട്ടൻ ഇത്രയും മോശമായിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്നൊക്കെ ഇപ്പോഴും നമുക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതല്ല, അതിനെ ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൽ എവിടെയാണ് ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണാതിരിക്കുകയാണ് വേണ്ടത്. കേട്ടില്ലേ, ലാലേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഈ പടം തേക്കുന്നവർ പോയി കണ്ടാൽ മതിയെന്ന്, അല്ലാത്തവർ കാണണ്ടാന്ന്. മൂപ്പർക്ക് എന്താ പ്രശ്നം? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദിലീപായിട്ടിനെ സിനിമ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാരണം ദിലീപിൻ്റെ കൂടെ സിനിമ ചെയ്താൽ ദിലീപും വെള്ളത്തിലാവും, അതുപോലെ തന്നെ നിങ്ങളും വെള്ളത്തിലാവും. ദിലീപ് വെള്ളത്തിലായ ഒരു കുഴപ്പമില്ല. മൂപ്പര കയ്യിൽ കോടികളുണ്ട്, മൂപ്പര അതിൽ നിന്ന് നീന്തി ചുഴിന്നൊക്കെ നീന്തി പോരും. ഇപ്പം നീന്തി പോകുന്നത് കണ്ടില്ലേ? അതേപോലെ പിന്നെ നമുക്കിനി ദിലീപിൻ്റെ വരാൻ പോകുന്ന പടങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇതിന് ഭയങ്കര ഹൈപ്പ് കൊടുത്ത കാരണമാണ് നമ്മൾ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ കുറച്ച് രണ്ട് ടീം പിള്ളേരെ കൊണ്ട് കഥ തുടങ്ങി. രജനീകാന്തിൻ്റെ സ്റ്റൈലിലാണ് പിള്ളേർ വർത്തമാനം പറയണത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഥ പറച്ചിലും ഇടിയും. ഒരു മുഖ്യമന്ത്രി ഉണ്ട്, ആ മുഖ്യമന്ത്രിനെ എവിടേക്കോ തട്ടിക്കൊണ്ടുപോയി, എന്തിനോ തട്ടിക്കൊണ്ടുപോയി, ആർക്കോ വേണ്ടി എവിടെയോ ഇട്ട് പീഡിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാം കൂടി വന്നു. പിന്നെ യുദ്ധമാണ് നടക്കുന്നത്, ഗംഭീര യുദ്ധമാണ് നടക്കുന്നത്. എന്താണ് സിനിമാ തിയേറ്ററിലിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയാണ് അവിടെ നടക്കണം എന്നുള്ളത്. കുറേ ആൾക്കാർ ഇൻ്റർവെല്ലിൽ ഏറ്റുപോയി, കുറേ ആൾക്കാർ ഇരുന്ന് കൂവുന്നുണ്ട്, കുറേ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് കാശ് പോയതിൻ്റെ വിഷമം കൊണ്ട്. ഇങ്ങനൊരു ഭൂലോക തറ പടം എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്മസിന് ഒരാഴ്ച മുമ്പ് ഈ പടം റിലീസായ കാരണം മറ്റുള്ള പടങ്ങളൊന്നും റിലീസായില്ല. എല്ലാം ഈ പടം ഗംഭീരമായിട്ട് 100 ദിവസം പോകുന്നു വിചാരിച്ചു അവരൊക്കെ റിലീസിൻ്റെ ഡേറ്റും മാറ്റി വെച്ചു. പക്ഷേ എന്ത് ചെയ്യാം, ഈ പടം 16 നിലയിൽ പൊട്ടി. ഇനി ഈ ദിലീപിനെ സിനിമയിൽ ചോന്നുകൊണ്ട് നടക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം.